നിലമ്പൂരിൽ യുഡിഎഫിനെതിരെ പോർമുഖം തുറന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് റാലി. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ച എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെതിരെയും രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയത്. യുഡിഎഫ് പ്രതിരോധത്തിലാകുന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ ശക്തമായി തിരിച്ചടിച്ചാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലിയുടെ തുടക്കം. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയ യുഡിഎഫിനെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. മുസ്ലിം ലീഗിനെ പാണക്കാട് തങ്ങന്മാരുടെ ചരിത്രം ഓർമ്മപ്പെടുത്തിയായിരുന്നു വിമർശനം. ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ, സമൂഹത്തിന് ഗുണകരമാണോ? തങ്ങൾക്ക് തൽക്കാലം ലാഭമുണ്ടാക്കുക അതുമാത്രം മതിയോ? നാടിൻ്റെ നന്മയും ഭാവിയും കരുതിക്കൊണ്ടുള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? അതിനുതകുന്നതായില്ല ഇത്. ഏതായാലും ലീഗിൻ്റെ നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുവെന്ന് കരുതാനാവില്ല. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ച കെ.സി. വേണുഗോപാലിനെയും മുഖ്യമന്ത്രി വെറുതെ വിട്ടില്ല. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതിനെയാണ് അതൊരു കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃനിരയിലുള്ള മാന്യദേഹം തന്നെ തയ്യാറായിട്ടുള്ളത്. എന്തൊരു പാപ്പരത്വമാണെന്ന് നോക്കണം. എത്രമാത്രം പാവപ്പെട്ടവരോട് എതിർപ്പുള്ള മനസ്സാണ് കോൺഗ്രസ്സിനുള്ളത് എന്നതാണ് നാം കാണേണ്ടത്. മുത്തേടത്തും ചുങ്കത്തറയിലും നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രിയെ ഹർഷാരവത്തോടെ ജനങ്ങൾ സ്വീകരിച്ചു. സ്ഥാനാർത്ഥി എം സ്വരാജ് വേദിയിലേക്കെത്തിയപ്പോൾ ആവേശം അലതല്ലി. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്നും ഏത് പദവിയും സ്വീകരിക്കാൻ യോഗ്യനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.